സമ്മാനപ്പൊതി സീസൺ 1 മുതൽ ഇതുവരെയുള്ള എല്ലാ സീസണുകളും വായിച്ച ഒരു ചെറിയ വായനക്കാരി എന്ന നിലയിൽ പറയുകയാണെങ്കിൽ കുട്ടികളെ ഇത്രത്തോളം സ്വാധീനിക്കുന്ന ഒരു പുസ്തകമല്ല, ഒരു പുസ്തക പൊതി ഇതുവരെ മലയാള സാഹിത്യ ലോകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നുമില്ല. ഞാനൊരാൾ ഒരു കൂട്ടം പുസ്തകങ്ങൾ വായിച്ചു, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ ആൾക്കാർക്കും ഈ പുസ്തകങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നാണോ അർത്ഥം? അല്ല. എന്നാൽ ഈ പുസ്തകങ്ങളെ തേടി വന്ന പുരസ്കാര പൊലിമ കേട്ടാൽ നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാകും. പുസ്തക പ്രേമികൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ സമ്മാനപ്പൊതി എന്ന്. കേരള സാഹിത്യ ബാലസാഹിത്യ അക്കാദമി അവാർഡുകൾ, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരങ്ങൾ, നന്ദലാൽ പുരസ്കാരങ്ങൾ തുടങ്ങിയ ഇവർക്ക് കിട്ടിയ കുറച്ച് അവാർഡുകൾ മാത്രം. ലൈബ്രറി കൌൺസിൽ മത്സരങ്ങൾക്ക് ഈ സമ്മാനപ്പൊതിയിൽ നിന്ന് 40-ലേറെ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഓരോ പുസ്തകങ്ങൾക്കും ഓരോ പതിപ്പുകൾ മാത്രമല്ല, പല പതിപ്പുകൾ വന്നിട്ടുണ്ട്. വ്യത്യസ്തരായ കുട്ടികൾക്ക് വേണ്ടത് വ്യത്യസ്തമായ പുസ്തകങ്ങളാണ്. സഹോദരത്തിന്റെയും സ്നേഹത്തിന്റെയും കഥ പറഞ്ഞു തുടങ്ങിയ സമ്മാനപ്പൊതി ഇന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ലിംഗസമത്വമില്ലായ്മയെക്കുറിച്ചും മിശ്രലിംഗക്കാർക്കെതിരെയുള്ള വിവേചനത്തെയും കുറിച്ചുമാണ്. മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഒരു അവശ്യ ഘടകങ്ങൾ തന്നെയാണ് നമ്മുടെ ഫോൺ. അതിലുള്ള ChatGPTയും യൂട്യൂബും ഗൂഗിളും ജെമിനിയുമെല്ലാം ഒരിക്കൽ ഈ പുസ്തകങ്ങളിൽ നിന്ന് തന്നെ ഒരു തീണ്ടാപ്പാടകലം പാലിച്ചു നിന്നവരാണ്. എന്നാൽ സമ്മാനപ്പൊതിയിലെ പുസ്തകങ്ങളെ നമുക്ക് കാണാൻ കഴിയും അവർ സജീവമായി ഇടപെടുന്നത്. പുസ്തകങ്ങളെ മനുഷ്യനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു അവധിക്കാല സമ്മാനമായി സമ്മാനപ്പൊതി സീസൺ 10 പുറത്തിറങ്ങുകയാണ്. പൂർണ്ണ സമ്മാനപ്പൊതി സീസൺ 10 എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോഴെങ്ങനെയാ ഈ അവധിക്കാലത്ത് സമ്മാനപ്പൊതി സീസൺ 10 കൂടുകയല്ലേ?